മുജാഹിദിന്റെ വലിയ നേതാവാണ് ചുഴലി അബ്ദുള്ള മൗലവി. മൂപ്പര് പറയുന്നത് കേരളത്തിലുള്ള സുന്നി മഹല്ലുകളുണ്ടല്ലോ, മഹല്ല് പള്ളികൾ, അതൊന്നും പള്ളികളല്ല, അമ്പലങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ വഖഫിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ മഹല്ലുകളും പള്ളികളും വഖഫ് സ്വത്തുക്കളും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിൽ എല്ലാവരും വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പൊ മൂപ്പരുടെ പുതിയ ഫത്വ, എന്ത് മഹല്ല് പള്ളികളൊക്കെ അത് അമ്പലങ്ങളാണ്, അവിടെയുള്ള ഇമാമുമാര് സ്വാമികളാണ്, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. കേട്ടോളൂ, ചുഴലി അബ്ദുള്ള മൗലവിയുടെ പുതിയ ഫത്വ വെച്ചു കൊടുത്ത. പിന്നെ ഇങ്ങനെ മുസ്ലിമിനെയാണ് ഈ വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കും. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. കണ്ടോ, അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്തോറ്റ് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. അല്ലാഹ്, കേട്ടില്ലങ്ങള്? ഇതാണ് മുജാഹിദ്. നമ്മൾ വഖഫ് സംരക്ഷണ റാലിയും ഭരണഘടനാ സംരക്ഷണവും ഒക്കെ പറഞ്ഞ് വലിയ കൂറ്റൻ റാലികൾ നടത്തുക, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തുക, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാ. അപ്പോഴും മുജാഹിദ് മൗലവി പറഞ്ഞത് എന്താ? നിങ്ങളെ പള്ളിയിലെ വഖഫ് ചെയ്യപ്പെട്ട പള്ളിയും ആ കേന്ദ്രമൊക്കെ അമ്പലമാണ്, അതൊന്നും പള്ളിയല്ല. എങ്ങനെയുണ്ട്? ബാക്കി ഇതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ പള്ളിയിലുള്ള ഇമാമ് അത് നിസ്കരിക്കാൻ പറ്റൂല, തുടരാൻ പറ്റൂല. ആള് സ്വാമിയാണ്, സ്വാമിയെ തുടർന്ന് നിസ്കരിക്കുന്നതിന് പകരമാണ്. അതുപോലെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദുരന്തം. അതെത്ര വലുതാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, വിലയിരുത്തണം.